അതുപോലെ താഴെ കാണുന്ന വൈറ്റ് കേബിളാണ് ഡിസ്പ്ലേ യൂണിറ്റിൻ്റെ കേബിള്. ഇത് കമ്പനി 4-5 മീറ്റർ നീളം വെച്ചിട്ടുണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിൽ ഡിസ്പ്ലേ യൂണിറ്റ് കൊണ്ടുവയ്ക്കാവുന്നതാണ്. ഇവിടെ 2 വേസ്റ്റ് ഔട്ടിൻ്റെ പൈപ്പാണ് കാണുന്നത്. ഒന്ന് ഫ്ലെക്സും ഒന്ന് CPVC പൈപ്പും. CPVC പൈപ്പ് വരുന്നത് ടാങ്കിൽ നിന്നും ഫ്ലെക്സിൻ്റെ വരുന്നത് ഈ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ അടിഭാഗത്തു നിന്നാണ്. ഈ ഹീറ്റ് പമ്പ് വർക്ക് ചെയ്യുന്നത് 3 മോഡിലാണ്: എക്കണോമി മോഡ്, ഇലക്ട്രിക്കൽ മോഡ്, ഹൈബ്രിഡ് മോഡ്. ഇതിൽ നമ്മൾ സാധാരണ വീടുകൾക്ക് ഉപയോഗിക്കുമ്പോൾ എക്കണോമി മോഡിലാണ് ഇടേണ്ടത്. എക്കണോമി മോഡ് ഇടുമ്പോൾ നമുക്ക് 800 വാട്ട്സാണ് കറണ്ട് എടുക്കുന്നത്. അടുത്ത ഇലക്ട്രിക്കൽ മോഡാണ്. ഇലക്ട്രിക്കൽ മോഡിൽ ഇടുമ്പോഴാണ് ഈ ടാങ്കിൻ്റെ ഉള്ളിലത്തെ ഹീറ്റർ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇലക്ട്രിക്കൽ മോഡിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഗീസർ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ 3000 വാട്ട്സാണ് ലോഡ് എടുക്കുന്നത്. അടുത്ത മോഡ് വരുന്നത് ഹൈബ്രിഡ് മോഡാണ്. ഹൈബ്രിഡിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ചൂടാക്കുന്നതിന് എക്കണോമി മോഡും അതുപോലെ ഫാസ്റ്റായിട്ട് വെള്ളം ചൂടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇലക്ട്രിക്കൽ ഹീറ്റർ ഓൺ ആവുന്നതാണ്. ഡിസ്പ്ലേ യൂണിറ്റിൽ